ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഒരു ക്ലോക്കിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് ഈ ക്ലോക്കിന് അത്ര പ്രത്യേകത എന്ന്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് അതിൻ്റെ ഒരു മെക്കാനിസവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് സാധാരണ ക്ലോക്കുകൾ നമ്മളെങ്ങനെയാണ് പവർ ചെയ്യുക? ഒന്നെങ്കിൽ നമ്മൾ മാനുവൽ വൈൻഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ബാറ്ററി, അല്ലെങ്കിൽ സോളാർ, ഇങ്ങനെ എന്തെങ്കിലും ഒരു പവർ മൂലകമാണ് അത് പ്രവർത്തിക്കുന്നുണ്ടാവുക. പക്ഷേ ഈ മെക്കാനിസം പ്രവർത്തിക്കുന്നത് വേറൊരു രീതിയിലാണ്. ഈ ക്ലോക്ക് ഏതാണെന്ന് ഫസ്റ്റ് പറയാം. വാച്ച് മേക്കർ എന്ന് പറയപ്പെടുന്ന Jaeger-LeCoultre എന്ന് പറഞ്ഞ വാച്ച് കമ്പനി ഉണ്ടാക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ലക്ഷറി ക്ലോക്കാണിത്. അതിൻ്റെ പേരാണ് ATMOS. ആ ക്ലോക്കിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ 1928 ജീൻ ലിയോൺ റോട്ടൺ എന്ന് പറഞ്ഞ ഒരു എഞ്ചിനീയർ ഇത് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം 1930 JLC അല്ലെങ്കിൽ Jaeger-LeCoultre ഈ ക്ലോക്കിനെ ഒരുപാട് ചേഞ്ചുകളും മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് അത് റിലീസ് ചെയ്തു. അതിപ്പോൾ വരയ്ക്കും അതിൽ ഒരുപാട് മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലോക്കിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ ഇതിൻ്റെ മെക്കാനിസം പവർ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് ഈ ക്ലോക്കിന് ഗ്യാസ് ചേമ്പർ ഉണ്ട്, ഒരു ചെറിയ ചേമ്പറാണ്. അതിൽ ഒരു സ്പെഷ്യൽ മിക്സ്ചർ ഓഫ് ഗ്യാസ് അവർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോർമുലയൊന്നും ആർക്കും അറിയില്ല. ആ ഒരു ചേമ്പറിന് ഒരു പ്രത്യേക രീതിയിൽ ഇതിൻ്റെ മെക്കാനിസമായിട്ട് അവർ കണക്ട് ചെയ്തിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ താപനിലയില്ലേ, ഈ താപനില കൂടുന്നതോ കുറയുന്നതോ അനുസരിച്ച് ഇത് വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യും. അത് ഒരു പ്രത്യേക മിക്സ്ചർ ഓഫ് ഗ്യാസാണ് അതിലുള്ളത്. അതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ വികസനവും സങ്കോചവും സംഭവിക്കുമ്പോൾ അതിൽ നിന്നുള്ള പവർ ഉപയോഗിച്ചിട്ടാണ് ഈ ക്ലോക്ക് പവർ ചെയ്യുന്നത്. ഇങ്ങനൊരു ക്ലോക്കിനെ പറ്റി നമ്മൾ അറിഞ്ഞപ്പോൾ എന്ത് ഇൻസ്പിറേഷനാണ് JLCനെ ഇങ്ങനൊരു കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്? പിന്നെ ഈ ടെമ്പറേച്ചർ വ്യതിയാനത്തിൽ നിന്ന് ഒരു ക്ലോക്കിനെ പവർ കണ്ടുപിടിക്കാമെന്ന് ഒരു ഐഡിയ അവർക്ക് എവിടെ നിന്ന് കിട്ടി? ഈ കാര്യങ്ങളൊക്കെയാണ് പലരുടെയും മനസ്സിൽ വരുന്ന ആദ്യ ചോദ്യങ്ങൾ. പക്ഷേ ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള ഈ കണ്ടുപിടുത്തത്തിൽ ഇങ്ങനത്തെ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം JLC എവിടെയും പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് ക്ലോക്കുകളുടെ ഒരു ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. ഹിസ്റ്ററി പരിശോധിച്ച JLCക്ക് മുന്നേ തന്നെ പലരും, അതായത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ പുതിയ പവർ ജനറേഷൻ എങ്ങനെ നടത്താമെന്ന് ചിന്തിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ കോർണസ് ഡെബൽ എന്ന് പറഞ്ഞ ഒരാൾ ബ്രിട്ടീഷ് രാജാവിന് ഇങ്ങനെ ഒരു ക്ലോക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ 1740 പിയറി ഡിറിവോക്സും 1760 ജെയിംസ് എന്ന് പറഞ്ഞൊരു കക്ഷി ഒരു കോക്സ് ടൈം പീസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെൻറ്റും, അതുപോലെ തന്നെ 1864 ഫേമസ് ആയിട്ടുള്ള ഒരു ബിവർലി ക്ലോക്കും ഇതിനു മുമ്പ് ഇതേപോലത്തെ സിമിലർ ടെക്നോളജി കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഈ JLC 1928 പുതുതായി ഒന്നും കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. പഴയ ടെക്നോളജീനെ പുതുക്കി പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ളതാണ് ഈ സംഭവം. അതും ജീൻ ലിയോൺ റോട്ടർ എന്ന് പറഞ്ഞ ഒരു എഞ്ചിനീയർ 1928 കണ്ടുപിടിക്കുമ്പോൾ ഇതിന് ATMOS 0 എന്നാണ് പേരിട്ടായിരുന്നത്. ഇതിലൊരു മെർക്കുറി ബേസ്ഡ് മിക്സ് ആയിരുന്നു അന്ന് ഉപയോഗിച്ചായിരുന്നത്. പിന്നെ ഇത് 1929 ഫ്രാൻസിലെ ജനറൽ റേഡിയോ കമ്പനി ഇത് ടേക്ക് ഓവർ ചെയ്ത് ATMOS 1 എന്ന പേരിൽ മാർക്കറ്റിൽ എത്തിച്ചിരുന്നു. അത് പക്ഷേ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ല. അതിലൊരു മെർക്കുറി അമോണിയ മിക്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. 1935 JLC ഇതിൻ്റെ പ്രൊഡക്ഷൻ ഏറ്റെടുക്കുന്നതും അതിന് പുതിയ രൂപവും ഭാവമൊക്കെ കൊടുക്കുന്നതും, അതുകൂടാതെ അതിനെ കൂടുതൽ പ്രിസൈസ് ആക്കിയിട്ട് അതിൽ ഈഥൈൽ ക്ലോറൈഡിൻ്റെ ഒരു മിക്സാണ് അന്ന് അവർ ഉപയോഗിച്ചത്. പിന്നെ ഈ മോഡലിന് ATMOS 2 എന്നായി. പിന്നെ അത് പല രൂപത്തിലായി. ഇതുവരെ ഒരു 5 ലക്ഷത്തോളം പീസുകൾ ഇത് വിറ്റിട്ടുണ്ട്. ഇതിൽ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇത് കണ്ടുപിടിച്ച ജീൻ ലിയോൺ റോട്ടറിനെ പറ്റി വ്യക്തമായ ഒരു ഇൻഫർമേഷൻ ഇവർ എവിടെയും കൊടുക്കുന്നില്ല. അത് ഇവരുടെ എഞ്ചിനീയർ ആണെന്നോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മൾ പല ആർട്ടിക്കിൾ നോക്കുമ്പോൾ ഇയാൾ ന്യൂവാച്ചിൽ എന്ന് പറഞ്ഞ പ്ലേസിലുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് എഞ്ചിനീയറാണ്. ഇപ്പോൾ JLCയുടെ സൈറ്റിൽ നോക്കിയാലും അവർ ഒറ്റ വരിയിൽ ഇതിനെപ്പറ്റി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് എല്ലാവരുടെയും കാണുന്നത്. ബട്ട് ഫർദർ ഇപ്പോൾ ഉള്ള എല്ലാ ഡിസൈനും അതൊക്കെ JLCയുടെ കണ്ടുപിടുത്തവും അവരുടെ ക്രാഫ്റ്റ്മാൻഷിപ്പൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ടെക്നോളജി മാത്രം ആളുടെ നിന്ന് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതെൻ്റെ ഒരു അസംഷനാണ് കേട്ടോ. ഈ ATMOS ക്ലോക്കിനെ ഒന്ന് അടുത്ത് അറിയാൻ ശ്രമിക്കുക. അതായത് ഈ ATMOS എന്നുള്ളത് JLCയുടെ ക്ലോക്ക് മോഡലാണ്. ഇതിൽ ഒരു ടോർഷൻ പെൻഡുലം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇതൊരു ടോർഷൻ പെൻഡുലം ടൈപ്പ് ക്ലോക്കാണ്. ഇതിലത്തെ ടോർഷൻ ടൈപ്പ് പെൻഡുലം സാധാരണ പെൻഡുലത്തിനേക്കാളും വളരെ കുറച്ച് എനർജി ഇത് കൺസ്യൂം ചെയ്യുള്ളൂ. അതുകൂടാതെ ഇതിൽ ഒരു ബാലൻസ് വീൽ, അത് തലമുടിയേക്കാളും തിന്നായ ഒരു അലോയ് വയറിൽ സസ്പെൻഡ് ആയിട്ടുള്ള രീതിയിലാണ് നിന്ന് പ്രവർത്തിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ കാര്യങ്ങൾ നമ്മൾ
നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ടെമ്പറേച്ചർ വ്യതിയാനം കൊണ്ടാണല്ലോ ഇത് ചാർജ് ആവുന്നു എന്ന് പറഞ്ഞത്. അത് ഉള്ളത് കൊണ്ട് മനുഷ്യൻ്റെ ഇടപെടലില്ലാതെ ഇതിന് വർഷങ്ങളോളം പ്രവർത്തിക്കാൻ പറ്റും. അത് പിന്നെ വേറെ വല്ല മെക്കാനിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ഔട്ടാണ്, അത് വേറെ കാര്യം. ഇതിൻ്റെ മെക്കാനിസത്തിൻ്റെ പ്രവർത്തനം ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ മെറ്റൽ ബെല്ലോസിലുള്ളത് ഒരു ലിക്വിഡ് ഓർ ഗ്യാസ് സ്റ്റേറ്റിലുള്ള ഈഥൈൽ ക്ലോറൈഡും അതിൻ്റെ ഒരു ഗ്യാസ് മിക്സുകളാണുള്ളത്. ടെമ്പറേച്ചറിൻ്റെ വ്യതിയാനത്തിൽ ഇത് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്പൈറൽ സ്പ്രിങ്ങും ഇതേപോലെ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യും. ഇത് മെയിൻ സ്പ്രിങ്ങിനെ ഡ്രൈവ് ചെയ്യും. അപ്പോൾ ഒരു ബാക്കി കാര്യങ്ങളൊക്കെ ഒരു സാധാരണ മെക്കാനിക്കൽ മൂവ്മെൻറ്റിലുള്ള പോലെ തന്നെയാണ് പിന്നെ പ്രവർത്തിക്കുക. വാച്ചുകളെ പോലെ തന്നെ ഈ ക്ലോക്കിലും പലതരം മൂവ്മെൻറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് പവർ കൊടുക്കാൻ മാത്രമാണ് ഈ ഒരു പ്രത്യേക രീതിയിലുള്ള സംവിധാനം ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ കിട്ടിക്കഴിഞ്ഞാൽ ഇത് പ്രവർത്തിക്കുന്നത് ഒരു മൂവ്മെൻറ്റ് ബേസിൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ തന്നെ പല മൂവ്മെൻറ്റുകൾ ഇവർ റിലീസ് ചെയ്തിട്ടുണ്ട്. JLCയുടെ കാലിബർ 560, 562, 563, 570 അങ്ങനെ ഒരുപാട് മൂവ്മെൻറ്റ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇതിലെ പല മൂവ്മെൻറ്റുകളുടെയും വ്യത്യാസം അതിൻ്റെ പവർ റിസർവ് ആണ്. ഫോർ എക്സാമ്പിൾ കാലിബർ 560 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ റിസർവ് 7200 മണിക്കൂറാണ്. അതുകൂടാതെ അതിൽ നെക്സ്റ്റ് 562 എടുത്തു കഴിഞ്ഞാൽ അതിൽ പവർ റിസർവ് സെയിം ആണ്, അതിലൊരു മൂൺ ഫേസും കൂടി ഉണ്ട്. 563 എടുത്തു കഴിഞ്ഞാൽ അതിന് പവർ റിസർവ് കുറച്ച് കൂടുതലാണ്, 7920 അവറാണ്. പിന്നെ അതൊരു ട്രാൻസ്പെറൻറ്റ് മോഡലാണ്. ഇതുകൂടാതെ ഇതിലത്തെ കമ്പോണൻസുകൾക്കൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിൽ ചില മൂവ്മെൻറ്റിൽ 95 കമ്പോണൻ്റ് ആണെങ്കിൽ വേറെ ചിലതിൽ 250 കമ്പോണൻ്റ് ഉണ്ട്. ചിലത് ട്രാൻസ്പെറൻ്റ് ആണ്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാത്തിലും 15 ജ്വല്ലറാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ക്ലോക്കുകളുടെ ഒരു പവർ സേവിങ്ങിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 15 ഡിഗ്രി തൊട്ട് 30 ഡിഗ്രി റേഞ്ചിലുള്ള ടെമ്പറേച്ചർ ചേഞ്ചിനനുസരിച്ച് പ്രവർത്തിക്കുള്ളൂ. ഇതിൽ 1 ഡിഗ്രി കൂടുകയോ കുറയുകയോ ചെയ്ത ടെമ്പറേച്ചർ ഇത് മിനിമം ഒരു 48 മണിക്കൂർ പ്രവർത്തിക്കാനുള്ള പവർ സേവ് ചെയ്യും. അത് പണ്ടത്തെ ക്ലോക്കുകൾ. പുതിയ ക്ലോക്കുകൾ 4-4.5 ദിവസം പ്രവർത്തിക്കാനുള്ള പവർ സേവ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഇത് പിന്നെ പ്രഷർ വേരിയേഷൻ അനുസരിച്ചിട്ടും ഇത് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഒരു 3 mmHg എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് മാറിയാലും ഇത്രയും പവർ ഇത് സേവ് ചെയ്യും. അധികം ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞ് ഇനി ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഇതിൻ്റെ ഒരു ഡിസൈനെ പറ്റിയും ഇത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണാൻ പറ്റുക എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് സത്യത്തിലൊരു ട്രൂ ആർട്ട് വർക്കാണ്. എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈനിൽ മെക്കാനിക്കൽ പാർട്ടുകളൊക്കെ നമുക്ക് പുറത്ത് കാണുന്ന രീതിയിൽ ചേർത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. പിന്നെ ഇതിന് നല്ലൊരു ലക്ഷറി ഫീലാണ് ക്ലോക്കിനുള്ളത്. അത് JLCയുടെ ക്രാഫ്റ്റ്മാൻഷിപ്പും അവരുടെ ഒരു ഡിസൈൻ വൈദഗ്ധ്യമൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഈ ഐക്കണിക് ഡിസൈനിലുള്ള ഈ ക്ലോക്കിന് പ്രസിഡന്റ് ക്ലോക്ക് എന്ന് പറഞ്ഞ ഒരു നിക് നെയിം ഉണ്ട്. കൂടാതെ സ്വിസ് കോൺഫെഡറേഷൻ്റെ ഒഫീഷ്യൽ ഗിഫ്റ്റാണ് ഈ ക്ലോക്ക്. ഇനി ഇത് എവിടെ കാണാമെന്നുള്ള ചോദ്യം. അതായത് പല പ്രമുഖ ലക്ഷറി ബ്രാൻഡുകളുടെയും ഇതേപോലത്തെ ലക്ഷറി ക്ലോക്കുകൾ പണ്ട് പോലെ പുറത്തു വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും അത് സാധാരണയല്ല. പക്ഷേ വേറെ പല കൺട്രികളിലും പ്രമുഖമായ ബിസിനസ് സ്ഥാപനങ്ങളുടെ മെയിൻ ഓഫീസുകളുടെ എൻട്രികൾ അല്ലെങ്കിൽ സ്റ്റാർ ഹോട്ടലുകളുടെ ലോബിയിൽ, പ്രമുഖമായ എയർപോർട്ടുകളിൽ, ഫേമസ് ആയിട്ടുള്ള മാളുകളിൽ, ഫോർ എക്സാമ്പിൾ ദുബായ് മാളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒമേഗയുടെ ക്ലോക്കുകൾ കാണാം. ദുബായ് എയർപോർട്ടിൽ പോയി റോളക്സിൻ്റെ ക്ലോക്കുകൾ കാണാം. അങ്ങനത്തെ ക്ലോക്കുകളുടെ ഇടയിലത്തെ പ്രമുഖനാണ് ഈ ATMOS. പക്ഷേ ഈ ATMOS ക്ലോക്കുകൾ നിങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ ഒരു ഷേപ്പും ഒരു സ്റ്റൈലൊക്കെ. അത് ഇങ്ങനെ പബ്ലിക് പ്ലേസുകളിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് പലപ്പോഴും ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ വീടുകളുടെ പ്രൈവറ്റ് റൂമുകളിലോ അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് ഓഫീസുകൾ അല്ലെങ്കിൽ അവരുടെ മെയിൻ ഓഫീസിലെ അവരുടെ പ്രൈവറ്റ് റൂമിലൊക്കെയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ റീറ്റെയിൽ പ്രൈസ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10 ലക്ഷം രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ്. 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ പല കൺട്രി അനുസരിച്ച് അതിൻ്റെ ടാക്സും അതൊക്കെ വെച്ച് പല മടങ്ങ് ഇത് ചിലപ്പോൾ കൂടാം. അത് അപ് ടു $50,000 വരെ ഇതിലുണ്ട്. അതിൽ ഉപയോഗിച്ചേക്കണം മെറ്റീരിയൽ ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ പ്രൈസ് വാരി ആവും. ഈ ക്ലോക്കിനെ പറ്റിയിട്ടുള്ള ന്യൂസ് പലർക്കും പുതിയതാണെന്ന് വിചാരിക്കുന്നു. പിന്നെ അതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണെന്ന് കരുതുന്നു. നിങ്ങൾക്കിത് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായി തോന്നിയാൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും എൻ്റെ വീഡിയോകൾ കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.